ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം സംബന്ധിച്ച് മുതിർന്ന സിപിഎം നേതാവ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ തള്ളി മന്ത്രി വി ശിവൻകുട്ടി. ആലപ്പുഴ സമ്മേളനത്തിൽ ഒരാളും വി എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം നടത്തിയിട്ടില്ല. പാർട്ടിയുടെ വളർച്ചയിൽ ഉത്കണ്ഠപ്പെടുന്നവരാണ് ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാർട്ടിയുടെ ഒരു സീനിയർ നേതാവെന്നുള്ള നിലയിൽ കൊടുക്കാൻ കഴിയുന്ന എല്ലാ ബഹുമാനങ്ങളും പാർട്ടിയിലുള്ള ആബാലവൃദ്ധ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള അഭിപ്രായം അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല. എല്ലാ സമസ്ത ജനങ്ങളും സമസ്ത രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ വേർപെട്ട് പോവുകയും ചെയ്തു. വേർപെട്ട് പോയ ശേഷം ഇനി അദ്ദേഹത്തിന്റെ പേര് വെച്ച് ചർച്ച ചെയ്തത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം ചർച്ചകൾ നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ സ്വാധീനത്തിലും ഒക്കെ തന്നെ ഉത്കണ്ഠ ഉള്ളവരാണ്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വിജിൻ, 2012 മാത്രമല്ല 2015 ആലപ്പുഴ സമ്മേളനത്തിലും വി എസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്നുള്ളൊരു ആവശ്യം അതൊരു വനിതാ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ ഇന്നത്തെ ലേഖനത്തിൽ സുരേഷ് കുറുപ്പ് ആരോപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്താണ് മന്ത്രിയുടെ പ്രതികരണം? ഇതിനെ എങ്ങനെയാണ് അവർ കാണുന്നത്? അമൃത, എന്തായാലും ഇക്കാര്യത്തിൽ CPM സ്വീകരിക്കാൻ പോകുന്ന നിലപാടിന്റെ ഒരു പരിച്ഛേദമാണ് വി ശിവൻകുട്ടി മന്ത്രി നടത്തിയത്. അതിൽ മന്ത്രി കൃത്യമായി പറയുന്നത് CPMന്റെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഇങ്ങനെയൊരു ചർച്ചയും ഉയർന്നിട്ടില്ല. ഒരാളും അങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശം വി എസിനെതിരായി നടത്തിയിട്ടില്ല. ഒരു വനിതാ നേതാവും അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. താനും ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ്. അതിൽ അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ ഇപ്പോൾ വി ശിവൻകുട്ടി സ്വീകരിച്ചിരിക്കുന്നത്, വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സുരേഷ് കുറുപ്പ് നേരത്തെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെയാണ് പറയേണ്ടത്. വി എസ് മരിച്ച് വി എസിന് അർഹിക്കുന്ന എല്ലാ ആദരവും നിലവിൽ നൽകിയിട്ടുണ്ട്, അതിനു മുമ്പും നൽകിയിട്ടുണ്ട്, വി എസ് മരണശേഷവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ വിവാദമുണ്ടാക്കുന്നത് അത് പാർട്ടിയുടെ വളർച്ചയിൽ ഉത്കണ്ഠപ്പെടുന്നവരാണ്. പാർട്ടിയുടെ വളർച്ച തടയാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം പരാമർശങ്ങൾ. അനാവശ്യമായ പരാമർശമാണ് ഇപ്പോൾ ഉയർത്തുന്നത് എന്നുള്ള കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പിരപ്പൻകോട് മുരളി വ്യക്തമാക്കിയ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണം അതിനെയും പൂർണ്ണമായും തള്ളുകയാണ്. പിരപ്പൻകോട് മുരളി തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രധാന നേതാവാണ്. വി ശിവൻകുട്ടി അതിനെ പൂർണ്ണമായും തള്ളുന്നു. പിരപ്പൻകുടി മുരളി പറഞ്ഞത് അത് പൂർണ്ണമായും നുണയാണ്, ശുദ്ധ നുണയാണ് എന്നുള്ള കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. അങ്ങനെ CPM നിലവിൽ ഈ സുരേഷ് കുറുപ്പിന്റെ കൂടി ഇത്തരം പരാമർശങ്ങളും ലേഖനങ്ങളും ഒക്കെ വന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ആകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വിവാദങ്ങൾ, വാർത്തകൾ ഒക്കെ ഉയരുമ്പോൾ അതിനെ സ്വാഭാവികമായും CPM പ്രതിരോധിക്കുന്നത് അങ്ങനെ ഒരു ചർച്ചയെ ഉയർന്നിട്ടില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പരാമർശം ഒരു നേതാവും വി എസിനെതിരായി നടത്തിയിട്ടില്ല എന്നുള്ള നിലപാടായിരിക്കും. അതുതന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി നിലവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.